അങ്ങനെ കഴിച്ച് നമ്മൾ ഇന്ന് ഏകദേശം ഒരു ഇവിടെ ഒരു സ്റ്റിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൽ മണിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു മേടിച്ച സ്റ്റിക്കിൽ അതിലും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലും നമ്മൾ രണ്ടിലും സ്പൈഡർ തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സാധനത്തിലാണ് പ്രതീക്ഷ. ഇത്രയും സ്പൈഡർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഈ സാധനത്തിലാണ് നമ്മളെ പ്രതീക്ഷ. ഓപ്പൺ ഹുക്കിൽ എല്ലാ സാധനവും ചേർത്ത് മിക്സ് ചെയ്ത് ഇപ്പോൾ സ്പെഷ്യൽ തീറ്റാണ് ഇത് ഇട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു സാധനം അത് നമ്മൾ പുറത്തിറക്കിയില്ല. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാ കോഴിക്കടലും കിട്ടും. ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ റിവീൽ ചെയ്ത് തരാം. ഇത് തുറന്നിട്ട് അതിൻ്റെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ റിവീൽ ചെയ്ത് തരാം. നമ്മളെ കാർപ്പ് ഫീഡ് തീറ്റ ബാക്കി ഐറ്റംസൊക്കെ അയത്ത് പൊന്നൂട്ടൻ ഇവനാണ് ഇവിടുത്തെ കൂട്ടുപോയാലെ മീനെല്ലാം തീർക്കുന്ന ആംഗ്ലർ. ആ ഉരുട്ടല് എന്താടിക്കും ഇതിനകത്ത് എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് കാർപ്പ് ചെതുമ്പലുള്ള മീൻ എന്തെല്ലാം പ്രതീക്ഷിക്കാം. നമുക്ക് ഓവറായിട്ടൊന്നും കണ്ണൂർ ഏരിയയിൽ ഏതൊക്കെയാണ് കൂടുതൽ അടിക്കുക? കണ്ണൂർ ഏരിയയിൽ ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത് പുറത്തേക്കാരും പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ഇടയില് രോഹു സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൂടുതൽ പ്രതീക്ഷയാണ് നമുക്ക്. അതും കാർപ്പനത്തിൽ സെയിം അതും കാർപ്പനത്തിൽ പെടുന്ന ഫിഷ് തന്നെയാണ്. ഏകദേശം ഒരു 10-15 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരും. അതൊക്കെ ഇരട്ടിപ്പുഴയിലുണ്ടോ? ഓ ഇഷ്ടംപോലെ. 18,800 ഹൈലൈറ്റ് ആയിട്ട് കയറ്റിയ മീന് കറ്റി നമ്മളെ മഷീർ എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മുടെ തീറ്റ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇതുപോലെ നമ്മുടെ കടലിൽ സാധാരണ ചെമ്മീൻ കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ഫ്ലോട്ട് ഇട്ട് നമ്മളൊരു ഈയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഹുക്ക് ഒരു 5-6 എണ്ണം. യെസ്, കറക്റ്റാണ്. ആ ഒരു ഒഴുക്കിനൊക്കെ കറക്റ്റായിട്ടാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഒന്ന് കുത്തി വെച്ചിരിക്കും അല്ലേ? സമയത്തിന് ശേഷം കാസ്റ്റ് ചെയ്തിരുന്നതിന് ശേഷം മഴ പ്രതീക്ഷിക്കാണ്ട് തന്നെ മഴ എത്തി. കണ്ടോ, പുഴയൊക്കെ അത്യാവശ്യം കലങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു കുടയുണ്ടായിരുന്നു, കുടയെടുത്ത് ഞാനും അയിത്തും കൂടി നല്ല കുടയകത്ത് കയറി കോഴിക്കോടെല്ലാം കൂടി നമ്മൾ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. നോക്കാം എന്തെങ്കിലും അടിക്കുമെന്നുള്ള കാര്യം നോക്കാം. ആയിട്ട് കുടയിലിരുന്നിട്ട് ഹാൻഡ് ലൈന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലെന്താ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൽ മീനടിച്ചാണ്. 2 സ്റ്റിക്കും ആർക്കും വേണ്ടാത്ത പോലെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒന്നും ഒരു തട്ടോ മുട്ടോ ഒന്നുമില്ല. എനിക്ക് ഇന്നത്തെ ഇന്നത്തെ കാലാവസ്ഥയും ക്ലൈമറ്റും വെച്ചിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം സാധാരണ ഈ ഒരു സമയത്തൊക്കെ 2-3 പടയിലും കൂറിലെല്ലാം കയറേണ്ടതാണ്. നമുക്ക് ഒന്നും കയറിയിട്ടില്ല. പൊന്നൂട്ടറാണെങ്കിൽ അടിച്ചിരിക്കുന്നു, ഇങ്ങനെ കൈയും കൊടുത്ത് വിദൂരതയിലേക്ക് നോക്കി അയവിറക്കുന്നു. അപ്പുറം കുളിസീനൊന്നും ഇല്ല പൊന്നൂട്ടാ, വെറുതെ അങ്ങോട്ടൊന്നും നോക്കല്ല വെറുതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്നൊരു മീനെ പിടിച്ചിട്ടേ കയറൂ എന്നുള്ള രീതിയിലാണ് അയത്തിരിക്കുന്നത്. അല്ല അയത്ത പിടിക്കൂല. അപ്പം എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കത് നോക്കാം. ഒരു പെടയിലെങ്കിലും കയറ്റിയിട്ട് നിങ്ങളെ മുമ്പ് നിന്നൊന്നും എടുത്ത് കൈമ പിടിക്കുമ്പോഴുള്ളൊരു ഫീലില്ല മക്കളെ. അത് കണ്ട് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഡേറ്റ് അങ്ങനെ നമ്മൾ ഈ ഏകദേശം ഒരു 10-20 മിനിറ്റായി നമ്മളിട്ട് സ്പൈഡറിലൊന്നും അടി വരുന്നില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലും അടി വന്നിട്ടില്ല. നോക്കാം, എന്തെങ്കിലും വരുമായിരിക്കും. നമ്മളിപ്പം ഏകദേശം വെളിച്ചമൊക്കെ പോയി മെല്ലെ ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മീനടിക്കുന്ന സമയമാണ്. ഒഴുക്കും അത്യാവശ്യം തട്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇവിടെ മീനടിക്കാനുള്ള ചാൻസ് നോക്കാം, കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഹുക്കിൽ തന്നെ നമ്മൾ റീൽസിനകത്ത് കോഴിക്കോട് സെറ്റാക്കാനുള്ള അത് കോർക്കുന്നത് സാധാരണ എല്ലാവരും കോർക്കുന്നത് പോലെ നമ്മൾ കോഴിക്കോടിനകത്തൂടെ നമ്മൾ ഈ ബോട്ടിയൊക്കെ ക്ലിയർ ആക്കില്ലേ. അപ്പോൾ ബോട്ടി ക്ലീൻ ആക്കുന്ന പോലെ നമ്മൾ ഇതിനകത്തൂടെ കയറ്റി വിട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഈ പണ്ട് എര കോർക്കുന്ന പോലെയുള്ള ഒരു പരിപാടി അല്ലല്ലേ? എരാന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ചൂണ്ടേന്റെ ലെവലിൽ നമ്മൾ വളച്ചു കോർക്കല്ലേ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു കോഴിന്റെ കുടലിന്റെ ഏകദേശം വലിയൊരു പീസ് തന്നെ എടുത്തിട്ടാണ് കോർക്കുന്നത്. അതിങ്ങനെ നമ്മൾ ഈ ലൈനിനകത്തൂടെ കൊളുത്ത് മുമ്പിലുണ്ട്. ആ കൊളുത്ത് ഇതിനകത്തൂടെ കയറ്റി വിട്ട് നമ്മൾ ഈ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവാടിന്റെ വള്ളി നമ്മൾ കോർക്കില്ലേ, ഈ പിന്നെ കെട്ടിട്ട് ഇതിനകത്തൊക്കെ ഫുൾ ഉറുമ്പ് കയറി കേട്ടോ. അത് കുഴപ്പമില്ല. കൊളുത്തിപ്പോ അത് നമുക്ക് കുറച്ചൊന്ന് കലക്കി കൊടുക്കണം ഇവിടെ. അതൊരു ചെറിയൊരു വേറൊരു ഓപ്ഷനാണ്, ടിപ്പാണ്.
കൊളുത്ത് ഇവിടെ ഫ്രണ്ടിലുണ്ട്, ലൈനിനകത്തൂടെ കുടല് താഴേക്ക്. ഓക്കെ, നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഓ ഇത് ഭയങ്കര വിദ്യയാണല്ലോടാ, ഈ ലെവലിലായില്ല അല്ലേ? അപ്പൊ ഇതിന്റെ കൊളുത്തല്ല ഇനി അടിയിൽ തായല് വരും. ഇതിന് ഹുക്കപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഹുക്കപ്പ് കൊടുക്കേണ്ട ഓൾറെഡി മീൻ തീറ്റ എടുക്കുമ്പോൾ അടിഭാഗത്ത് നിന്ന് എടുക്കുള്ളൂ. ഹുക്ക് ഫസ്റ്റ് വായിക്കാത്തുണ്ടോ? ഈ ട്രിക്കൊക്കെ നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെടാ? അതൊരു രസമല്ലേ നമുക്ക്? നാട്ടുകാരെല്ലാം മീൻ പിടിക്കൂല, എന്താ ചെയ്യാ? എല്ലാരും പിടിക്കട്ടെ, നമുക്ക് അതല്ലേ വേണ്ടേ. ഓക്കെ, എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, പാക്കറ്റ് എടുത്താ. ഇതെല്ലാം എന്താ തൂവല് വെറുതെ ആരെ കൊണ്ടിട്ടിടാ? വെറുതെ ടീം ഓരോ തൂവലെല്ലാം കൊണ്ടിട്ട്. പിന്നെ ആ ഒരു പാറയില്ല, ആ ഒരു പാറയിൽ നിന്ന് നമുക്ക് ഈ ഒരു മഴക്കാലം തുടങ്ങിയപ്പോൾ നമുക്ക് 2 പെടയിലാണ് കിട്ടിയ. ഇപ്പോൾ ആ ഏരിയയിൽ പോയിട്ട് ഒരു മീനിൻ്റെ ഒരു അംശം പോലും ഇല്ല. അവിടെ ഇവിടെയൊക്കെ ഈ ഒരു S23 അൾട്രയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങ് വരെ സൂം ചെയ്ത് കാണിച്ചു തന്നെ കണ്ടോ, 2 മിന്നായം പോലെ 2 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു മെയിൻ ഏരിയ ആയിരുന്നു. ഇപ്പോൾ ആ ഏരിയയിലും മീൻ അടിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു നോക്കാം, അവിടെ ഇവിടെയൊക്കെ ആളിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മീൻ കിട്ടിയേ അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു അവരൊരു ചാപ്പ പോലെ ആക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യാനാണോ ആടെ കൊണ്ടുപോയിട്ട് ചാപ്പ ഇട്ടെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം വീഡിയോ ഒരു മീൻ പൊന്നൂട്ടൻ അടിച്ചിട്ടുണ്ട്. പൊന്നൂട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗ്ലർ അക്ഷയ് എന്നാണ് പേര് കേട്ടോ. ആ ഒരു മണി മാറ്റേണ്ടി വരൂടാ. ഓക്കെ, എന്തായാലും കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കൊന്ന് കൂറലാന്ന് തോന്നുന്നു അല്ലേ? ആദ്യത്തെ ആ ഒരു ടിപ്പിൻ്റെ ആക്ഷൻ കണ്ടിട്ട് എനിക്കൊന്ന് കൂറലാന്ന് തോന്നുന്നു. എന്നാലും കൂറൽ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ആ എടുത്ത് ഓടേണ്ട സമയമായി. ഇപ്പം ഈ ഒരു ആക്ഷൻ കണ്ടിട്ട് എനിക്ക് കൂറൽ തന്നെ അല്ലേ? കൂറൽ തന്നെ. ഇപ്പം ഫസ്റ്റ് മീൻ പൊന്നൂട്ടൻ ഓൺ ദ സ്ട്രൈക്ക്. പൊന്നൂട്ടൻ അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് മീൻ. കോപ്പ നമ്പർ 1 പൊന്നൂട്ടൻ. വരട്ടെ നോക്കാലോ നമുക്ക് എന്താണ് അവസ്ഥ. കോപ്പ നമ്പർ 1 പൊന്നൂട്ടൻ അടിച്ചിരിക്കുകയാണ്. അതെ കൂരൽ ആശാൻ എടുത്ത് പൊന്തിച്ചിട്. അങ്ങനെ പൊന്നൂട്ടൻ മോന് ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. എടുത്ത് എന്താണ് ഭരതനാട്യം കളിക്കുന്ന കാണിച്ചാ ഇങ്ങോട്ട് കാണിച്ചാ. അല്ല പിന്നെ പെടയിൽ അല്ല കൂരൽ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ മീനാന്നൊന്ന് കാണിച്ചു കൊടുത്തു. കൂരൽ എന്ന് പറഞ്ഞാലേ അതൊന്ന് ജസ്റ്റ് കഴുകി ഒന്ന് കാണിച്ചു കൊടുത്തു. എങ്ങനത്തെ മീനാന്നല്ലേ ജസ്റ്റ് ഒന്ന് ചളിയായിട്ടില്ലല്ലേ, എങ്ങനത്തെ മീനാന്നൊന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ ഇതാണ് കൂരൽ. ഓക്കെടാ ശരി. ഇത് സക്ക് ചെയ്തെടുക്കുന്ന മീൻ കേട്ടോ. അതിന്റെ വായ് കണ്ടോ നിങ്ങൾ, താഴോട്ടേക്ക് അടിഭാഗത്തേക്കാണ് ഉണ്ടാകുക, ബാക്കിയൊക്കെ നേരെ. ഇത് ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കോട്ടയം ഭാഗത്ത് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ തൂളി അതിന്റെ ഒരു ഇത് പറയാം. പക്ഷെ ഇതിന്റെ ഒരു വായ് മാത്രം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന മീനാണ്. നമ്മളിപ്പോ ഫസ്റ്റ് ചാനൽ തുടങ്ങുന്നതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. കൂരൽ എന്ന് പറയുന്ന മീൻ എല്ലാവർക്കും അറിയുന്ന മീനാണ്. അല്ല ചേട്ടാ, ഇത് ഇങ്ങോട്ടേക്ക് പറ്റും, മലബാർ സൈഡിലോട്ടൊക്കെ കൂടുതൽ അറിയാം. പക്ഷെ അങ്ങോട്ടേക്കുള്ള ഏരിയയിൽ കോട്ടയം കൊല്ലം അങ്ങോട്ടുള്ള ഏരിയയിൽ കൂരൽ കുറച്ച് കുറവാണ്. അവിടെ വേറെ എന്തോ പേരാണെന്നൊക്കെ അറിഞ്ഞൂടാ. എന്നാലും കൂരൽ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോയിലൊക്കെ കാണുന്നതിനനുസരിച്ച് കുറവാണ്. എന്തായാലും നോക്കാം. അങ്ങനെ വീണ്ടും കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് മക്കളെ. ഇത് കുറയാനുള്ള ചാൻസ് കുറവല്ലേ മഴ? എന്തായാലും ഈ ഒരു ഇത് ചിങ്ങമാസം. ഇത് ഏത് മാസം? ഇത് ഞാൻ നോക്കി എൻ്റെ ഇതും വേറെ S23 അൾട്രയൊന്നും അല്ല. നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേ. അതാ അങ്ങൊരു പൊടിമായം നോക്കിയാ പൊടിമായം പോലെ കാണുന്നത്. നമ്മളും എടുക്കും ഒരു S23 അൾട്രയൊക്കെ അല്ലേ? ഓക്കെ, ആഗ്രഹങ്ങൾ അടുത്ത ബൈറ്റ് സ്റ്റിക്കിൽ പിന്നെ സ്പൈഡർ ഇട്ടിട്ട് പൊന്നൂട്ടൻ ഓൺ ദ സ്ട്രൈക്ക്. എറിഞ്ഞോ? എത്ര ദൂരം പോകുന്നത് നോക്കട്ടെ. സൈഡ് കൂട്ടിയാണ് കാസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒഴുക്കൊക്കെ ഈ സൈഡിൽ തന്നെയാണ് വരുന്നത്, അതുകൊണ്ടാണ് സൈഡ് കൂട്ടി കാസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ തട്ടകത്തിൽ പോയി പിടിക്കാന്ന് പറഞ്ഞില്ലേ, ഇതാണ്. അപ്പോൾ സ്പൈഡറിൽ അടിച്ച് ഏതോ ഒരു വഞ്ചിക്ക് പോയിട്ട് കൂടി സോറി ഓപ്പൺ ഹൂക്കിൽ അടിച്ചിട്ട് ഏതൊരു സമയത്തിന് ശേഷം ഒരു കറ്റി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മഷീർ എന്ന് പറയുന്ന ഒരു മീനാണ്. ഏകദേശം ഒരു ഗ്രത്തിനടുത്തുണ്ടാവും, അത്രയും ഉണ്ടാവും. അത് കറ്റി അടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കറ്റി എന്ന് പറയുക.